ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് അമൃതം പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ളൊരു സ്വീറ്റാണ് കാണിച്ചു തരുന്നത്. വളരെ ടേസ്റ്റിയാണ്. ഏത്തപ്പഴമൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നിങ്ങളിത് ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കണം. അത്രയും ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുൻപ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് വിട്ടുപോവല്ലേ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു ഏത്തപ്പഴം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. അതിന് മുൻപ് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ശർക്കരയാണ്, നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ യൂസ് ചെയ്യാം. മധുരത്തിന് എത്രത്തോളം ശർക്കരയാണ് വേണ്ടത് അതനുസരിച്ച് ഉരുക്കി അരിച്ചെടുത്തതാണ്. ഇപ്പോൾ ചൂടൊന്നുമില്ല കേട്ടോ. നന്നായിട്ട് ഞാൻ അതിനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് അമൃതം പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർക്കുകയാണ്. ഞാൻ പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ചതാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പം നല്ലൊരു ടേസ്റ്റിനായിട്ട് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിനൊന്ന് അരച്ചെടുക്കാം. ഒന്നും കൂടി അരച്ചെടുക്കാവേ. അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു കിണ്ണത്തിൽ കുറച്ച് ഓയിൽ തടവി വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല കട്ടിയായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കരുത്. കനം കുറച്ച് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. പതുക്കെ ഒന്ന് പരത്തി ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ ഈ അളവിൽ ഇതുപോലുള്ള 2 കിണ്ണത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ. നമുക്കിനി ഇതിനൊന്ന് ആവി കയറ്റാനായിട്ട് വയ്ക്കണം. അപ്പം ഞാനിതുപോലെ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിരുന്നു. അതിനുള്ളിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് ആവി കയറ്റി എടുക്കാം. ഒരു 15 മിനിറ്റാണ് എനിക്ക് വേണ്ടി വന്നത്. നമുക്കൊന്ന് തുറന്ന് ഒരു സ്റ്റിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് തന്നെയാണ് വരുന്നതെങ്കിൽ അതായിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് ആയിട്ടുണ്ട്. നല്ല തണുത്ത ശേഷം വേണം ഇതൊന്ന് മുറിച്ചെടുക്കാനായിട്ട്. ഇതിവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിതിനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം തണുക്കുന്നതിന് മുൻപ് മുറിക്കുമ്പോൾ അത്ര ഷേപ്പിൽ മുറിച്ചെടുക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ നന്നായിട്ട് തണുത്ത ശേഷം അതിന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം. അടിപൊളി ടേസ്റ്റിയാണ്. ഞാൻ വെറുതെ പറയല്ല, കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിലൂടെ പങ്കുവയ്ക്കാൻ മറക്കരുത്. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയുമായി ഞാൻ വേഗം വരാം. താങ്ക്